കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് പറയാറ്. കൽപ്പാത്തിയിൽ ദേവരഥ സംഗമത്തിൻ്റെ മുഹൂർത്തത്തിലേക്ക് എത്തുകയാണ്. വൈകിട്ട് തേരുമുട്ടിയിലാണ് 5 തേരുകൾ ഒരുമിച്ച് സംഗമം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. തേര് സംഗമിക്കുന്ന ആ സ്ഥലത്തേക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുകയാണ്. വിശാലാക്ഷ സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെയും ചാത്തപുരം മഹാഗണപതി ക്ഷേത്രത്തിലെയും ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും രഥങ്ങൾ വീതികളിൽ സംഗമിക്കാൻ പോവുകയാണ്. അവിടെ വലിയ തിരക്ക്, വലിയ ആവേശം, ഒരു ജനപ്രവാഹം കൽപ്പാത്തിയിൽ നമ്മൾ കാണുകയാണ്. സ്നേഹമോൾ നൈനാൻ കൊണ്ട് നമുക്കിപ്പം സ്നേഹ, അവിടുത്തെ കാഴ്ചകൾ എത്രത്തോളം ആനന്ദമുണ്ടാക്കുന്ന കാഴ്ചകളാണ്, എത്രത്തോളം വർണ്ണാഭമാണ്, ആളുകളുടെ സന്തോഷം എത്രത്തോളം വലുതാണ്, വിശ്വാസം എത്രത്തോളം പ്രധാനമാണ്. പ്രതീക്ഷ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ജനങ്ങളുടെ ആവേശം അത്രത്തോളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഈ കൽപ്പാത്തിയിലെ രഥോത്സവം എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്നത് മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേരിൻ്റെ പ്രയാണമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് പ്രയാണത്തിനായി ഇറങ്ങിയത്. തേര് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തന്നെ പ്രയാണം ആരംഭിച്ച ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. അല്പസമയം കൂടിയാണ് ഇനി മഹാദേവരഥ സംഗമത്തിനായി ഉള്ളത്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 തേരുകൾ ഉള്ളത് ഈ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിന് സമീപമാണ്. ഈ തേരും ഇന്ന് പുറത്തിറങ്ങിയ 2 തേരുകളും, അതായത് ഈ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ തേരും അതോടൊപ്പം തന്നെ ഈ മഹാഗണപതി അതായത് ചാത്തപുരം ക്ഷേത്രത്തിലെ തേരും, അങ്ങനെ ഈ 5 തേരുകൾ ഒരുമിക്കുന്ന ആ ഒരു കാഴ്ചയിലേക്ക്, ആ ഒരു ആവേശത്തിലേക്ക് കടക്കാനായിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും തന്നെ. തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ കൽപ്പാത്തിയുടെ വീതിയിൽ നോക്കിയാൽ ഒരു വശത്ത് മന്തക്കര മഹാഗണപതിയുടെ തേര്, ഒരു വശത്ത് മറ്റൊരു തേരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തേരിന്റെ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് മഹാരഥ സംഗമം എന്ന് പറയുന്ന ആ ഏറ്റവും മുഹൂർത്തത്തിലേക്ക് എത്തുകയാണ്. ലക്ഷ്മി നാരായണ പെരുമാളിന്റെ ശ്രീകൃഷ്ണന്റെ തേര് കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൽപ്പാത്തിയുടെ നടുക്ക് നിൽക്കുമ്പോൾ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തിയുടെ ഈ അഗ്രഹാര വീതിയുടെ ഒത്ത നടുക്കാണ്. ഈ ഒത്ത നടുക്ക് നിൽക്കുമ്പോൾ 2 വശത്തേക്ക് നോക്കിയാൽ നമുക്ക് തേരുകളുടെ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. കുറെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്താണ് പേരെന്താണ്? അഭിനവ്. ഇവിടെ ആദ്യത്തെ അടുത്ത് തന്നെയാണ്. അടിപൊളി പരിപാടിയാണ്. അയ്യേ ഞങ്ങളെല്ലാം ഞങ്ങളിവിടെ വീടൊക്കെ അടുത്ത് തന്നെ. അടിച്ചു പൊളിച്ചു. ഇന്നലെയും വന്നു, ഇന്നലെയും വന്നു. ഇന്നലെ വന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇല്ല, പോയിട്ടുണ്ട്. കണ്ടിട്ട് പോണം. അപ്പൊ അതെങ്ങനെ കുറെ പേര് ഇങ്ങനെ വരുന്നുണ്ട്. അവര് TV-യിൽ വരുമെന്നാണ് അവസാനം ചോദിച്ചത്. അപ്പൊ നമ്മൾ ലൈവ് ആണെന്ന് പറഞ്ഞ. അപ്പൊ അത്രയധികം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ചേച്ചി എവിടുന്നാണ് വരുന്നത്? ഞങ്ങള് മലപ്പുറം. അപ്പൊ അവിടുന്ന് തേര് കാണാൻ നേരത്തെ എത്തിയോ? അതെ, രാവിലെ മുതല് ഈ തേരിന്റെ കാഴ്ച കാണാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ഞങ്ങള്. കുടുംബസമേതാണ്? അതെ അതെ. ഞങ്ങള് മലപ്പുറം തൂര് പറഞ്ഞില്ലേ. ആദ്യമായിട്ടാണോ കാണുന്നത്? ഫസ്റ്റ് അത് ഞായറും ഒക്കെ ഒന്നിച്ച് വന്നപ്പോഴേ അങ്ങനെ പെട്ടെന്ന് പോകുന്നതാ. രാവിലെ എടുത്ത തീരുമാനം. എങ്ങനെയുണ്ട്? ഉഷാറാ, അങ്ങനെ നടക്കുന്നതായിരുന്നു രാവിലെ. അനന്യ അർജുൻ 4 ഇവിടേക്ക് എത്തും. കഴിഞ്ഞിട്ടേ പോകും. ഇങ്ങനെ കുറെ പേര് പല സ്ഥലത്ത് നിന്ന്, ഇപ്പൊ മലപ്പുറത്ത് നിന്ന് വന്നവരുണ്ട്, അങ്ങനെ പല സ്ഥലത്ത് നിന്നുണ്ട്, പാലക്കാട് നിന്ന് വന്നവരുണ്ട്. പണ്ട് തിരുവനന്തപുരം ഇന്നലെ എത്തി. എന്റെ പേരെന്താ? ശശികുമാർ. എങ്ങനെയുണ്ട് തേര്? ആദ്യമായിട്ടാണ്? ഇന്നലെ വന്നെല്ലാം കണ്ടിട്ട് പോയി. അമ്പലങ്ങളിലെല്ലാം വന്ന് കണ്ട്. ആദ്യമായിട്ടാണ് വരുന്നത്. കാഴ്ചയിൽ എന്താണ് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ്. ആദ്യമായിട്ട് കാണുന്ന തേരുകളും അവിടെ വന്ന് സംഗമിക്കും എന്നാണ് കേട്ടറിവ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇന്നലെ വന്നിട്ട് കഴിഞ്ഞിട്ടാണ് ഇന്ന് വന്നത്. അത് കാണാനുള്ള കാത്തിരിപ്പിലാണ്. അതെ.